ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ പറ്റിയാണ്. നമ്മുടെ മിക്ക എക്സാമിനും ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന്. ദ ബിസിനസ് ആൻഡ് ഓണർ ഈസ് ടു സെപ്പറേറ്റ് പേഴ്സൺ വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഡീൽ വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ബിസിനസ്സും ഓണറും രണ്ട് സെപ്പറേറ്റ് പേഴ്സൺ ആണെന്ന് പറയുന്ന കോൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ മറ്റു രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് ബിസിനസ് എൻറ്റിറ്റിയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഈസ് ഡീൽ വിത്ത് ദ ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ദ ലോങ് ടേം ലൈബിലിറ്റി ഓഫ് ദ ബിസിനസ്. ക്യാപിറ്റൽ എന്നത് ലോങ് ടേം ലൈബിലിറ്റി ഓഫ് ദ ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംഷൻ ഏതാണെന്ന് ചോദിച്ചാലും ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് പറയാവുന്നത് ഇൻഡെഫിനിറ്റ് ലൈഫ് വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഈസ് ഡീൽ വിത്ത് ദ ബിസിനസ് ഹാസ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ് നമ്മളുടെ ഇൻഡെഫിനിറ്റ് ലൈഫ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അടുത്ത് നമുക്ക് ഗോയിങ് കൺസേണിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് റീസണബിൾ ഡിപ്രീസിയേഷൻ ടു ദ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന് റീസണബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്ന അക്കൗണ്ടിങ് അസംഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് റിവീൽ ചെയ്യണമെന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതാ? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ് പണപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഡസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന ഒരു അസംഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഈസ് ഡീൽ വിത്ത് എവരി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് അറ്റ് ദ ഡെഫിനിറ്റ് അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ഓർ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്ന അസംഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, പീരിയോഡിസിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഫിനാൻഷ്യൽ ഇയർ അതാത് ട്രാൻസാക്ഷൻസ് അതാത് ഫിനാൻഷ്യൽ ഇയറിൽ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്ന കോൺസെപ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ആണ്. ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഡീൽ വിത്ത് ദ ഫിക്സഡ് അസറ്റ്സ് ആർ ഷോൺ ഒൺലി അറ്റ് ദ കോസ്റ്റ് പ്രൈസ് നോട്ട് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ്. ഫിക്സഡ് അസറ്റ് കോസ്റ്റ് പ്രൈസിൽ കാണിക്കണം, മാർക്കറ്റ് പ്രൈസിലല്ല, കോസ്റ്റ് പ്രൈസിൽ കാണിക്കണമെന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താ ഇവിടെ പറഞ്ഞത്? വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഡീൽ വിത്ത് ദ ഫിക്സഡ് അസറ്റ്സ് ആർ ഷോൺ ഒൺലി അറ്റ് ദ കോസ്റ്റ് പ്രൈസ് നോട്ട് അറ്റ് ദ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂവിലല്ല, കോസ്റ്റ് പ്രൈസിൽ ഫിക്സഡ് അസറ്റ് കാണിക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഷോ ചെയ്തിരിക്കണം എന്ന് പറയുന്ന അക്കൗണ്ടിങ് അസംഷൻ ആണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് അസംഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ്. ഇത് നമുക്ക് ഒരു വർഷത്തെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റുമായിട്ടാണ് ബേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ആണ്. ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിനെ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടും, ഡുവാലിറ്റി കോൺസെപ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിനാണെന്ന് തോന്നുന്നു ചോദിച്ചത്. വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഈസ് ഫോളോഡ് ബൈ ദ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഏത് അക്കൗണ്ടിങ് അസംഷൻ പ്രകാരമാണ് നമ്മുടെ സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസിലാണോ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് അതിൽ വാല്യൂ ചെയ്യുന്നതെന്ന്? അത് കൺസർവേറ്റിസം ആണ്. വിച്ച് അക്കൗണ്ടിങ് അസംഷൻ ഈസ് ഫോളോഡ് ബൈ ദ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റിസം ആണ്. കൺസർവേറ്റിസിൻ്റെ മറ്റൊരു പേരാണ് പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്.
ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ കൺസർവേറ്റിസം നോക്കിയാൽ ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഫോളോ വിച്ച് അക്കൗണ്ടിങ് അസംഷൻ എന്ന് ചോദിച്ചാൽ കൺസർവേറ്റിസം ആണ്. ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആർ ലോസ് ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റിസം ആണ്. ഓക്കെ, കൺസർവേറ്റിസമായിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ഇത്രയും കോൺസെപ്റ്റുകളാണ് മെയിനായിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് കോൺസെപ്റ്റുകളുണ്ട്. റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റുകളുണ്ട്, അതുപോലെ മാച്ചിങ് കോൺസെപ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് ഉണ്ട്, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. നമ്മുടെ എക്സാമിന് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയ ഈ പറഞ്ഞ ഇത്രയും കോൺസെപ്റ്റുകളാണ്. താങ്ക് യു.